സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് തമിഴ്നാട് നിയമസഭ നിയമനിർമ്മാണത്തിലൂടെ നിലനിർത്തിയ മാതൃക സ്വീകരിച്ച് കേരളം ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടും സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സുരക്ഷിതമായ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും പര്യാപ്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും അപ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും ഭേദഗതികളുമായി കേരളത്തിന്റെ പൈതൃകമായ ഉത്സവങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഭേദഗതികൾ വരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം. ശിവകാശി ലോബിയുടെ സ്വാധീനമാണ് വെടിക്കെട്ടിനുള്ള പെസോയുടെ നിയന്ത്രണത്തിന് പിന്നിൽ. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിന് ശിവകാശി ലോബിക്ക് നിരോധിത രാസവസ്തു ഉപയോഗിക്കാമെന്നും കേരളത്തിലെ പരമ്പരാഗത വെടിക്കെട്ട് നിർമ്മാതാക്കൾക്ക് അതുപയോഗിക്കാൻ പാടില്ലെന്നും പറയുന്നത് രണ്ട് നീതിയാണ്. ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഒഴിവാക്കണമെന്ന് വാദിക്കുന്നവരെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തരുതെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശനിയാഴ്ച കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉത്സവ രക്ഷാ സംഗമം സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ, ഉത്സവ പെരുന്നാൾ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, വൈസ് പ്രസിഡന്റ് എ കുമാരൻ, മറ്റു ഭാരവാഹികളായ എൻ സോമൻ നെന്മാറ, ഹരിദാസ് പാടാശ്ശേരി, സി പ്രവീൺ കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.